ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, പഞ്ചായത്തിന്റെ നിസ്സംഗത അവസാനിപ്പിക്കുക, പഞ്ചായത്തിന്റെ നിസ്സംഗത അവസാനിപ്പിക്കുക, കുടിവെള്ളക്ഷാമം രൂക്ഷമായത് അവസാനിപ്പിക്കുക, ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്. നാട്ടിലാകെ കുടിവെള്ളക്ഷാമം, നാട്ടിലാകെ കുടിവെള്ളക്ഷാമം, കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ, കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുക്കൂ പഞ്ചായത്ത്, നടപടിയെടുക്കൂ പഞ്ചായത്ത്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്, സൂചനാ സമരം സിന്ദാബാദ്, സൂചനാ സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്. കുടിവെള്ളക്ഷാമം അടിയന്തരമായി പരിഹരിക്കുക, ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്. കേരളത്തിലാകെ കനത്ത വേനലിനെ തുടർന്ന് കഴിഞ്ഞ 2-3 മാസമായി കടുത്ത കുടിവെള്ളക്ഷാമമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാമ്പാടുംപാറ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം വരെ വേനൽ ആരംഭിക്കുമ്പോൾ തന്നെ ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ കഴിഞ്ഞ ഭരണസമിതികൾ തീരുമാനിച്ചു. എന്നാൽ പുതിയതായി അധികാരത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി, UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ വിഷയം അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇവർക്ക് താല്പര്യം മത്സ്യക്കച്ചവടവും മാംസക്കച്ചവടവുമാണ്. ഇത്രയും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുമ്പോഴും ഈ ആളുകൾക്ക് കുടിവെള്ളം നൽകുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനോ അജണ്ട വെക്കുന്നതിനോ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണ്. അജണ്ടയിലില്ലാത്ത വിഷയത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് പോകുന്നതിന് ടെൻഡർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ആ ടെൻഡർ നടപടി അംഗീകരിക്കാൻ എന്ന് തീരുമാനിച്ചാൽ തന്നെ നാളെ ടെൻഡറിൻ്റെ അവസാന ദിവസമാകുമ്പോൾ ഇന്ന് ഇതുവരെ പഞ്ചായത്ത് കമ്മിറ്റി ടെൻഡർ അംഗീകരിക്കുന്നതിനുള്ള പഞ്ചായത്ത് കമ്മിറ്റിക്ക് അറിയിപ്പ് നൽകിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ UDFന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമമോ അവരുടെ മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ല പ്രധാന വിഷയം. അവർക്ക് മത്സ്യക്കച്ചവടവും മാംസക്കച്ചവടവും തുടങ്ങിയ കച്ചവട താല്പര്യങ്ങൾക്കാണ് ഈ ഭരണസമിതി മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ അടിയന്തര നടപടി. അപ്പം ഇവര് ന്യായീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ഇത് നൽകാനെന്നാണ്. കുടിവെള്ളം അടക്കമുള്ളത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായെന്നിരിക്കെ ജില്ലാ കളക്ടറുടെ അടുത്ത് നിന്ന് പ്രത്യേക അനുമതി മേടിച്ചു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്ത മറ്റ് പഞ്ചായത്തുകളുണ്ട്. പക്ഷേ ഇവിടെ ഇതിനൊന്നും മുൻകൈ എടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവർ ഇത് അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDF മെമ്പർമാരുടെ നേതൃത്വത്തിൽ CDS ചെയർപേഴ്സൺ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള സൂചനാ സമരം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൂചനാ സമരം എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പഞ്ചായത്തിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.
ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന സരിത കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രോട്ടോക്കോൾ നിൽക്കുന്നത് കൊണ്ടാണ് കുടിവെള്ളം അടിക്കാത്തത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉൾപ്പെടെയുള്ള മെമ്പർമാരുടെ വിശദീകരണം. തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ ഈ മാസം 17-ാം തീയതി നമുക്ക് പഞ്ചായത്തിൽ കമ്മിറ്റി കൂടി. കമ്മിറ്റിയുടെ അജണ്ടയാണ് ഈ കാണുന്നത്. ഇത്രയും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുമ്പോഴും കുടിവെള്ള വിതരണത്തെക്കുറിച്ച് ഒരു അജണ്ടയിട്ട് കമ്മിറ്റി കൂടി അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കമ്മിറ്റിയിൽ LDFിൻ്റെ മെമ്പർമാരായ ഞങ്ങൾ കുടിവെള്ളം ആളുകളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായാണ് അതിലൊരു കത്തുകൾ അപേക്ഷകൾ എന്നുള്ള അജണ്ട വച്ച് അത് ചർച്ച ചെയ്ത് ടെൻഡർ നടപടികൾ നടക്കുന്നു എന്നാണ് വിശദീകരണം തന്നിട്ടുള്ളതെങ്കിലും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിന് കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് അതിൻ്റെ തുടർ നടപടികൾ നടക്കേണ്ടതെന്നിരിക്കെ മെയ് മാസത്തോടടുക്കുമ്പോഴും കുടിവെള്ളം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നിലനിൽക്കുന്ന പഞ്ചായത്താണ് പാമ്പാടുംപാറ. കഴിഞ്ഞ 11 വർഷമായി പഞ്ചായത്ത് ഭരണസമിതി ജനപ്രതിനിധി എന്ന നിലയിൽ ആദ്യമായാണ് പാമ്പാടുംപാറ പഞ്ചായത്ത് ഇത്തരം ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കഴിഞ്ഞ വർഷം മാത്രമാണ് കുടിവെള്ളം നേരത്തെ മഴ പെയ്തതിൻ്റെ ഭാഗമായി കുടിവെള്ളക്ഷാമം ആളുകളിലേക്ക് ബാധിക്കാത്തതിൻ്റെ ഭാഗമായി വെള്ളം നമ്മൾ അടിച്ചു കൊടുക്കാത്തത്. അതിനു മുമ്പ് 9 വർഷവും കുടിവെള്ളം അതിനുവേണ്ടി പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി വെള്ളം അടിച്ചു കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കളക്ടർ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിൽ ഫണ്ട് വരികയാണ് സാധാരണഗതിയിൽ നടന്നിട്ടുള്ളത്. ഈ തവണയും പഞ്ചായത്തിൽ 40 ലക്ഷം രൂപ തനത് വരുമാനമുള്ള ഒരു പഞ്ചായത്ത് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ളം ഇതുപോലൊരു വേനൽ സമയത്ത് കൊടുക്കാൻ പറ്റാത്തത് പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതികളെ പുനർജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികളെല്ലാം മോട്ടർ ഇല്ലാത്തതും അനുബന്ധ സൗകര്യങ്ങളില്ലാത്തതുമായ പദ്ധതികളെല്ലാം പുനർജീവിപ്പിച്ച് നമ്മൾ ആ പദ്ധതികൾ തുടർന്നു പോകുന്നതിൻ്റെ ഭാഗമായി കുറേയധികം പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും റൂറൽ മേഖല നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ഭൂസ്ഥിതിയുടെ കാര്യത്തിൽ വിശാലമായി കിടക്കുന്ന സ്ഥലമാണ്. കുടിവെള്ളത്തിന് ഏറെ ക്ഷാമമുള്ള സ്ഥലങ്ങളുണ്ട്. കല്യാർ പോലെയുള്ള കുമരവെട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിന് ആയിരക്കണക്കിന് രൂപ മുടക്കി കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. മെയ് മാസം അടുത്തിട്ടും കുടിവെള്ളം അടിച്ചു കൊടുക്കാത്തതൊരു പ്രശ്നമാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിഞ്ഞ ഒരു 5 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ അപേക്ഷകൾ പഞ്ചായത്തിൽ വന്നാൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയതിനു ശേഷം ജനറൽ കമ്മിറ്റി വെച്ച് പാസ്സാക്കി 1.5 മാസത്തിനുള്ളിൽ പെൻഷൻ കൊടുക്കണമെന്നുള്ളതാണ് നിയമം. കഴിഞ്ഞ 6 മാസമായി ഇലക്ഷന് ശേഷം പാസ്സാക്കാത്ത നിരവധിയായ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം നിരവധിയായ പെൻഷനുകൾ സ്ത്രീ സുരക്ഷാ പെൻഷനായാലും സാമൂഹ്യ സുരക്ഷാ പെൻഷനാണെങ്കിലും പാസ്സാകാതെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ പഞ്ചായത്തിലുണ്ട്. ഈ കഴിഞ്ഞ 5 മാസത്തെ പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനം വളരെ നിരാശജനമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സമരത്തെ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി LDFിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ സമരമുഖത്തേക്ക് പോവുകയാണ്. ശ്രീമോൻ പറഞ്ഞതുപോലെ അടുത്ത ദിവസങ്ങളിൽ ബഹുജനങ്ങളെ അണിനിരത്തി പഞ്ചായത്തിൻ്റെ മുന്നിൽ സമരം തുടരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.